അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 54 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാഹ് 55ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മനഅന്നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. ഓക്കെ, 55ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ചുണ്ട് സർക്കിളാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക, സാധാരണ മദ്ദാണ്. ഐനിനെ തൊണ്ടയുടെ അക്ഷരാണ്, അപ്പോൾ ഐന് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നൂനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. കൂടെ തന്നെ മദ്ദും വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുകയും ചെയ്യാം. ഓക്കെ. ഇവിടെ നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല. നൂനിന് ശേഷം യ ആണ് വരുന്നത് എങ്കിൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. നൂനിനോ തെൻവീനിനോ ശേഷം യ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതാം. ഇവിടെ നമ്മളൊരു നിയമം പഠിച്ചല്ലോ, ഇത് മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. യുഅ്മിനു ഹംസ വാവിൻ്റെ മുകളിലാണല്ലേ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വാവ് എഴുത്തിൽ മാത്രമേ ഉള്ളൂ, അത് പറയുമ്പം അതിന് ശബ്ദമില്ല കേട്ടോ. നമ്മൾ ഹംസേനെ മാത്രം ഉച്ചരിച്ചാൽ മതി. ഹാഫ് സുക്കൂന് കൊടുക്കുക. യുഅ്മിനൂ. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാ? ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. മദ് മുൻഫസിലാണ്, നമ്മൾ പഠിച്ചതാണ്, നമ്മൾ കുറേ ആയത്തുകളിൽ പറഞ്ഞതുമാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് മദ് മുൻഫസിലാണ്. ഇവിടെ നമുക്ക് 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതിക്കൊടുക്കാം. ദാലിന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഇവിടെ നോക്കൂ, മദ് മുത്തസിലാണ് അല്ലേ. ഇവിടെ ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നു, മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. മദ് മുത്തസിൽ 4 5 അനക്കം നീട്ടി ഓതി കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. ജഅഹുമുൽ ഹുദാ. അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കുക. ഹാഫ് സുക്കൂന് കൊടുക്കുക. സീന് റൈന് ഹാഫ് സുക്കൂന് കൊടുക്കുക. കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രമേ ഫുൾ സുക്കൂന് കൊടുക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാവട്ടെ കേട്ടോ. ഇവിടെ റോയിന് ശേഷം വൗ മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക. റബ്ബഹും ബഇന് ശബ്ദമുണ്ട്, ബഇനെ ഒന്ന് കനപ്പിക്കുക, റോയിനെ ഒന്ന് ഉയർത്തി പറയുകയും ചെയ്യാം. ഓക്കെ. റബ്ബഹും. ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് മുൻഫസിലാണ്. നമുക്കറിയാലേ, ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. മദ് മുൻഫസിൽ. ഇവിടെ നമുക്ക് 4 അനക്കം വരെ നീട്ടി ഓതിക്കൊടുക്കാം. ഓക്കെ. ഇവിടെ നൂനിൻ്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. അപ്പം നമ്മളവിടെ അൻ എന്ന് ഓതില്ല. നൂനിന് ശേഷം വന്നിട്ടുള്ള ലെറ്റർ തഉ ആണ് അല്ലേ. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യലാണ്. ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിച്ച് ഓതണം. ഓക്കെ. ഹും എന്നിവിടെ വ്യക്തമായിട്ട് ഓതി കൊടുക്കണേ. സുന്നത്തുൽ അവ്വലീന. സുന്നത്തു. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, നൂനിനെ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. സുന്നത്തു.
ഓക്കെ. സുന്നത്തുൽ അവ്വലീന. അവ്വ, വാവിൻ്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്. വാവിനെ എന്ത് ചെയ്യാം? ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. ഓക്കെ. അവ്വലീന. ലാമിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്ക നീട്ടി ഓതി കൊടുക്കുക. ഔ യഅ്തിയഹും. ഔ യഅ്തിയഹും. ഔ ഔ വാവിന് ഹഫ് സുക്കൂന് കൊടുക്കണം കേട്ടോ. ഔ ഔ യഅ്തിയഹും. ഇവിടെയും ഹംസന്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക. ഔ യഅ്തിയഹുമുൽ അദാബു ഖുബുലാ. ഔ വാവിൻ്റെ മുകളിൽ എന്തുണ്ട്? സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക. ഔ യ യ ഇവിടെയും ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. യ ഹംസന്റെ മുകളിൽ സുക്കൂനുണ്ട്. ഔ യഅ്തിയഹുമുൽ. ഔ യഅ്തിയഹുമുൽ അദാബു ഖുബുലാ. അദാബു, ഐൻ തൊണ്ടയുടെ അക്ഷരം അ. അദാബു, ദാലിനെ രണ്ടനക്ക നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. അദാബു ഖുബുലാ. ഖുബുലാ, ലാമിനെ നിർത്തുന്ന സ്ഥലത്ത് അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യുക. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് 56-ാമത്തെ ആയത്ത് ഓതി നോക്കാം. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ വയുജാദിലുൽ ലദീന കഫറൂ بالباطل ويدحضوا به الحق واتخذوا آياتي وما أنذروا هزوا. നമുക്ക് 56-ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം. വമാ നുർസിലു. വമാ നുർസിലു. വമാ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. വമാ നുർസിലു. നുർസിലു റോയിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. നുർസിലുൽ മുർസലീന. മുർസലീന ഇവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. യാ മദ് വന്നിട്ടുണ്ട്. മുർസലീന ഇല്ല. ലാമിൻ്റെ കൂടെ ശബ്ദം വന്നിട്ടുണ്ട്, മദ്ദും വന്നിട്ടുണ്ട്, അലിഫ് മദ്ദും വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്കം നീട്ടുക, ഒന്ന് കനപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇല്ല ഇല്ല മുബശ്ശിരീന. ഇല്ല മുബശ്ശി, ഷീന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. മുബശ്ശിരീന വമുൻദിരീന. മുബശ്ശിരീന യാ മദ്ദുണ്ട്, സാധാരണ മദ്. എന്ത് ചെയ്യുക? രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. മുബശ്ശിരീന വമുൻദിരീന. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ച് ഓതണം. മുൻ എന്ന് ഉച്ചരിക്കാതെ നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം ഓതാൻ. ഓക്കെ. വമുൻദിരീന. വമുൻദിരീൻ ഇവിടെ നിർത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വമുൻദിരീൻ എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്യാം, കൂട്ടിച്ചേർത്ത് ഓതുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ വമുൻദിരീന വയുജാദിലുല്ലദീന ഈ രൂപത്തിൽ കൂട്ടിച്ചേർത്ത് ഓതും. ഓക്കെ. നിർത്തുകയാണെങ്കിൽ അവിടെ വമുൻദിരീൻ എന്ന് പറഞ്ഞ് ആ നൂനിന് സുക്കൂന് കൊടുത്ത് വഖഫ് ചെയ്യൂ കേട്ടോ. വയുജാദിലു. വയുജ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. വയുജാദിലുല്ലദീന. വയുജാദിലുല്ല. ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതൂ അല്ലേ. അപ്പോൾ ലുല്ല, ലാമിൽ നിന്ന് നേരെ ലാമിലേക്ക് അങ്ങ് കൂട്ടിച്ചേർത്ത് ഓതും. ഓക്കെ. വയുജാദിലുല്ലദീന ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ, സാധാരണ മദ്ദാണ്. കഫറൂ ബിൽ ബാത്തിൽ. കഫറൂ, കഫറൂ എന്ന് ഓതരുത്, കാഫാണ്, കാഫിൻ്റെ ഒരു ചെരിവ് വേണം, നമ്മൾ പഠിച്ചതാണ്. കഫറൂ രണ്ടനക്കം നീട്ടി കൊടുക്കുക. വാവ് മദ് വന്നിട്ടുണ്ട്.
കഫറൂ ബിൽ ബാത്തിൽ. ബിൽ ബാത്തിൽ. ബിൻ്റെ ഉള്ളിൽ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്ക് നീട്ടി കൊടുക്കുക. ബിൽ ബാത്തൊയ്. തൊയ് തൊ ആണ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ്. ഓക്കെ, ബാത്തിൽ. ബിൽ ബാത്തിലി വയുദ്ഹിദു. വയുദ്. വയുദ്. ദാലിന് സുക്കൂന് വന്നിട്ടുണ്ട്. ഫുൾ സുക്കൂന് കൊടുക്കുക. വയുദ്ഹിദു. ഇവിടെ ളാദ്. ളാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഉയർത്തി പറയണം കേട്ടോ. വയുദ്ഹിദു. വാവിൻ്റെ ളാദിൻ്റെ കൂടെ വാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്ക് നീട്ടി കൊടുക്കുക കേട്ടോ. വയുദ്ഹിദു. ബിഹിൽ ഹഖ്. ബിഹിൽ ഹഖ്. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. സുല ഉണ്ട്. നിർത്തുകയാണെങ്കിൽ നമ്മൾ ഹഖ് ഖാഫിന് സുക്കൂന് കൊടുത്ത് നിർത്തണം. ഖാഫിന് സുക്കൂന് വരുമ്പോൾ കൽക്കലയുടെ ലെറ്ററാണ് ഖാഫ് അല്ലേ. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതും? ബിഹിൽ ഹഖ് വത്തഖദു. ഈ രൂപത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതും. ഓക്കെ, വത്തഖദു. വത്ത. താൻ്റെ മുകളിൽ ശബ്ദം വന്നിട്ടുണ്ട്. ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. വത്തഖദു. ഹ തൊണ്ടയുടെ അക്ഷരമാണ്. അപ്പോൾ തൊണ്ടയുടെ അക്ഷരമൊക്കെ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വത്തഖദു. ഇവിടെ നോക്കൂ, ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ നിയമം ഏതാണ്? മദ് മുൻഫസിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടനക്കം മുതൽ നാലനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക. ഓക്കെ, ആയത്തി. ആയത്തി. ഇവിടെയൊക്കെ സാധാരണ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്ക് നീട്ടി കൊടുക്കണം കേട്ടോ. ഓക്കെ, ആയത്തി. ഓക്കെ, രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കുക. വമാ ഉൻദിറു. നോക്കൂ, വമാ ഉ. ഇവിടെ മദ് മുൻഫസിലാണ് അല്ലേ. മദ് മുൻഫസിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2 മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക. വമാ ഉൻദിറു. ഉൻദിറു. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, അവിടെ ഇഖ്ഫാ ചെയ്യണം. മറച്ച് മണിച്ചോദനം. ഉൻദിറു എന്നോതില്ല. ഉൻദിറു ഇഖ്ഫാ ചെയ്യുക കേട്ടോ. ഹുസ്വ. ഉൻദിറു. റോന് ശേഷം വാ മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കണേ. ഉൻദിറു ഹുസ്വ. ഹുസ്വ. രണ്ടനക്ക് നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.